നമ്മളെ ചെറുപ്പത്തിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? കുട്ടികൾ ചാവി എടുത്ത് കളിക്കും, എന്തെങ്കിലും കണ്ടാൽ അതിന്മേൽ ഇരിക്കാൻ തോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കണ്ടാൽ കളിക്കും. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എല്ലാ സയൻറ്റിസ്റ്റിനും ഉള്ളത്. ഇങ്ങനെ സ്കൂൾ പഠിച്ചു പോയിട്ട് A+ വാങ്ങാൻ നോക്കിയാൽ കിട്ടൂല, ഉം. കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി കിട്ടൂല. ഉം. ചില വലിയവർക്ക് വരെ ഇല്ലാത്ത സംഭവമാണ് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി. അത് നമുക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന സാധനമാണ്. മാത്സിൻ്റെ ഈ മാത്തമാറ്റിക്കൽ സൈഡ് മാത്രമല്ല, കോൺസെപ്ഷ്യൽ സൈഡ്സും ഉണ്ട്, ഉം. പോസ്റ്റ്ലെറ്റ്സ് ഉണ്ട്, ആക്സിയംസ് ഉണ്ട്. ഇതൊക്കെ പഠിക്കണം. കാരണം സ്കൂളത്തെ ബുക്കിലൊന്നും ഇല്ല, വലിയ കാണിച്ചു തരികയാണ്, ചെയ്യാൻ പറയാണ്, ബാക്കിയുള്ളൊരു സംഭവമില്ല. കാരണം അത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഞാൻ എഴുതിയാണ്. ഇപ്പോൾ വേറെ ആരെങ്കിലും എഴുതിയാണെങ്കിൽ ഞാൻ എപ്പോഴും മറന്നുണ്ടാവും. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണെങ്കിൽ ചെറിയൊരു ഭാഗം നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല, എത്ര മറന്നു പോയാലും. ഹായ് ഓൾ, ഇന്ന് നമ്മുടെ ഗസ്റ്റ് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഹെയ്ബൽ അൻവർ. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ജോർജ് മേസൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാൻഡ് കിട്ടിയിട്ടുള്ള ഫിസിക്സിൽ നമ്മൾ ആ വീഡിയോസ് കാണുമ്പോഴാണ് വൈറ്റ് ഹോൾ, അതുപോലെ തന്നെ ഇംപ്രോബബിൾ മാറ്റർ എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഓൾറെഡി ന്യൂസിൽ ഒരുപാട് ഹൈബലിനെ കണ്ടിട്ടുണ്ടാകും. ഹൈബലിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ എക്സാം വൈയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒരു 6 to 10 അല്ലെങ്കിൽ 12th വരെയുള്ള കുട്ടികൾക്ക് ഒരു ഫൗണ്ടേഷൻ, ഒരു കൺസെപ്ച്വൽ ലേണിംഗ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായി പറയുന്നൊരു കാര്യം, നിങ്ങളൊരു പഠിക്കുന്നത് ഒരിക്കലും A+ വേണ്ടിയാവരുത്. A+ നമുക്ക് സിമ്പിളായിട്ട് നേടാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് വേണം? ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് നമ്മൾ സ്ഥിരമായി നമ്മുടെ ഫൗണ്ടേഷൻ്റെ വിഷയത്തിലൊക്കെ പറയാറുണ്ട്. അപ്പം സ്കൂള് തന്നെ ഒഴിവാക്കി, അത് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ആ നിലക്ക് ആളുകൾക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് എത്തിയ ഹെയ്ബൽ, എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്, അങ്ങനെയുള്ളൊരു ലേണിങ്ങിനെ കുറിച്ച്? ഇങ്ങനെ സ്കൂൾ പഠിച്ചു പോയിട്ട് A+ വാങ്ങാൻ നോക്കിയാൽ കിട്ടൂല, കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി കിട്ടൂല. ചില വലിയവർക്ക് വരെ ഇല്ലാത്ത സംഭവമാണ് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി. അത് നമുക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന സാധനമാണ്, വലുതായാൽ നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മളെ ചെറുപ്പത്തിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റി ഒരിക്കലും നമ്മൾ വിട്ടരുത്. അത് സ്ട്രിക്ട്ലി വെച്ച് പഠിച്ചു പോയാൽ നമുക്ക് വിട്ടുപോകും. നമ്മളെ ചെറുപ്പത്തിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? കുട്ടികൾ ചാവി എടുത്ത് കളിക്കും, എന്തെങ്കിലും കണ്ടാൽ അതിന്മേൽ ഇരിക്കാൻ തോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കണ്ടാൽ കളിക്കും. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എല്ലാ സയൻറ്റിസ്റ്റിനും ഉള്ളത്. അപ്പോൾ നമ്മളെ കൈമന്ന് പോയാൽ പിന്നെ കിട്ടൂല. അത് കുറേ വലിയ ആൾക്കാർക്ക് പോയിട്ടുണ്ട്. കാരണം ചില പോയ ആൾക്കാരാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ എൻ്റെ അപ്പനോട് ഇപ്പോൾ ചോദിച്ചാൽ, സയൻസിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുത്താലും പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല, കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് മനസ്സിലാവുക. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്ഷ്യൽ പുഷാണ്, ആ ക്യൂരിയോസിറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പഠനം. അപ്പോൾ നമ്മൾ ഈ സ്കൂൾ പഠനത്തിൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഈവൻ മാത്സ് പോലും ഒരു കഥയായിട്ടൊക്കെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരുന്നത്. ഇപ്പോൾ ഹെയ്ബൽ ഏകദേശം 4ാം ക്ലാസ് വരെയൊക്കെ കുറച്ചൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. 2ാം ക്ലാസ് വരെ ഫുള്ളി പോയി. 4, 5 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ അത് വെച്ചിട്ട് ഇപ്പം വേറെ ഒരുപാട് ഏരിയയിലേക്ക് പോയി. എന്താണ് അതിനെ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ മാത്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി പോലെ പഠിക്കേണ്ട സാധനമാണ്. കാരണം മാത്സിൻ്റെ ഈ മാത്തമാറ്റിക്കൽ സൈഡ് മാത്രമല്ല, കോൺസെപ്ഷ്യൽ സൈഡ്സും ഉണ്ട്, പോസ്റ്റ്ലെറ്റ്സ് ഉണ്ട്, ആക്സിയംസ് ഉണ്ട്. ഇതൊക്കെ പഠിക്കണം. കാരണം സ്കൂളത്തെ ബുക്കിലൊന്നും ഇല്ല, വലിയ കാണിച്ചു തരികയാണ്, ചെയ്യാൻ പറയാണ്, ബാക്കിയുള്ളൊരു സംഭവമില്ല. അതൊരിക്കലും പറ്റൂലല്ലോ. കുട്ടിക്ക് ഒരു സാധനം മെമ്മറൈസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല, പിന്നെ പോലെ മനസ്സിന്നത് പോലെ. ഞാൻ ഒരു എക്സാമ്പിൾ തരാം. എനിക്കിപ്പോൾ ഈ വൈറ്റ് ഹോളിനെ കുറിച്ച് അറിയുന്ന പറഞ്ഞാൽ, ഞാൻ വൈറ്റ് ഹോൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ടല്ല, ഞാൻ ആദ്യം പറഞ്ഞാൽ GRൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. സ്പെഷ്യലിസ്റ്റ് അല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ഹോളിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജൂൺ മെയ് മാസങ്ങളിലാണ്. ഈ ജൂൺ മെയ് മാസത്തിൻ്റെ ശേഷം ഞാൻ ഒറ്റവട്ടം കൂടി പിന്നെ വായിച്ചിട്ടില്ല. ആ മെമ്മറി വെച്ചിട്ടാണ് എന്നൊക്കെ പറയണത്. കാരണം അത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഞാൻ എഴുതിയാണ്. ഇപ്പോൾ വേറെ ആരെങ്കിലും എഴുതിയാണെങ്കിൽ ഞാൻ എപ്പോഴും മറന്നുണ്ടാവും. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണെങ്കിൽ ചെറിയൊരു ഭാഗം നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല, എത്ര മറന്നു പോയാലും. അപ്പോൾ അതിനൊരു കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി വേണം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ വെറും നമ്മുടെ ഡ്രീംസ് ലിമിറ്റ് ചെയ്യരുതെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുക. കാരണം നമ്മുടെ ഡ്രീംസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10th ഫുൾ A+ ആണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടും പഠിക്കുക. അപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മുടെ കുട്ടികളോട് പറയുന്നത്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ IIT-കളിലേക്കും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും ഹാർവാർഡിലേക്കൊക്കെ എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ആ നിലക്ക് ഡ്രീംസാണ് നമ്മൾ പറയാറുള്ളത്. അതിനപ്പുറത്തേക്ക് ഡ്രീം ചെയ്ത ആളാണ് ഹെയ്ബൽ. അപ്പോൾ ഹെയ്ബലിൻ്റെ ഒരു ഡ്രീം എന്താണ്? ഇങ്ങനെയൊക്കെ പഠിച്ച് എവിടേക്കൊക്കെ എത്തണം എന്നുള്ളതാണ്.
ആ പാരൻസ് പറയുന്നത് തെറ്റാണ്. ഉം. കാരണം നമ്മളൊരിക്കലും 10 പാസ്സാവാണ്ട് ഉം. ഇവിടെ എത്തൂല. ഉം. അപ്പോൾ ചെറിയ ചെറിയ ഡ്രീംസ് വെക്കണം. ഉം. എന്നിട്ട് ഒരു വലിയൊരു പ്ലാനായിട്ട് പോകണം. ഉം. ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രീമാണ്. എൻ്റെ ഇപ്പോഴുള്ള ഡ്രീം പറഞ്ഞാൽ പേപ്പർ പബ്ലിഷ് ചെയ്യാണ്. ഉം. പേപ്പർ പബ്ലിഷ് ചെയ്താൽ എനിക്ക് ഈസിയായിട്ട് യൂണിവേഴ്സിറ്റി കയറാം. ഉം. ആ യൂണിവേഴ്സിറ്റി കയറുന്നതിന് മുന്നേ ഫസ്റ്റുള്ള എൻ്റെ ഡ്രീം വരേണ്ടത് ഉം. പേപ്പർ പബ്ലിഷ് ചെയ്യണമെന്നാണ്. ഉം. ഫസ്റ്റ് തന്നെ യൂണിവേഴ്സിറ്റി കയറാൻ നോക്കിയാൽ ഇവിടെ ഒരു ഇതുണ്ടാവും, ഉം. അതിൻ്റെ അപ്പുറത്ത് എത്താൻ പറ്റില്ല. ഈ പാരൻസ് പറയും മോനെ 10 നോക്കണ്ട, ഈ കോളേജ് കയറാൻ നോക്ക്, അല്ലെങ്കിൽ മോനെ ഗെയിമൊന്നും കളിക്കണ്ട, ഉം. ഈ പഠിക്കാൻ നോക്ക് എന്നൊക്കെ പറയും. പക്ഷെ ഗെയിം കളിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അതെനിക്ക് മനസ്സിലാവില്ല. അതെ. അല്ല, 10ാം ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനപ്പുറത്തേക്ക് ഡ്രീം ചെയ്യണം അല്ലേ? അപ്പോൾ ഹെയ്ബലിൻ്റെ ഡ്രീംസ് എന്തൊക്കെയാണ്? എവിടെ എത്തണം എന്നാണ്? എന്തൊക്കെ ചെയ്യണം എന്നാണ്? എൻ്റെ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി പഠിക്കണം, പിന്നെ ഇങ്ങനത്തെ കമൻസ് വരാത്ത രീതിയിൽ എത്തണം എന്നാണ്. കാരണം ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു സയൻറ്റിസ്റ്റ് പറയുകയാണെങ്കിൽ ആരും അങ്ങനത്തെ കമൻറ്റ് ഇടില്ല. ഉം. എന്നോട് പറയുന്നത് മോനെ ഈ തെറ്റാണെന്നാണ്. പക്ഷേങ്കിൽ ഇവർ ചോദിക്കുക സാർ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുക. ഉം. ഡിഫറൻസ് പറഞ്ഞാൽ അതാണ്. ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു കറൻറ്റ് ആഗ്രഹം. പക്ഷേ വലിയ ആഗ്രഹം അതല്ല. ഉം. എൻ്റെ ഏറ്റവും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു നോബൽ പ്രൈസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു തിയറി എഴുതണമെന്നാണ്. റിലേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പോലെയുള്ള തിയറികൾ എഴുതണമെന്നാണ്. നടക്കട്ടെ എന്ന് ആശംസിക്കാം. അപ്പോൾ ഏതായാലും ഇത് നമ്മുടെ മുമ്പിൽ ഒരു സാധാരണ ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളത് നമുക്ക് ആർക്കും സിമ്പിളായിട്ട് കഴിയുന്നൊരു കാര്യമാണ്. എല്ലാവരെയും പോലെ പോവുക എന്നുള്ളത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഡ്രീം ചെയ്യുക എന്നുള്ളതാണ്. അതിന് എല്ലാ പ്ലാനും വേണം. ഇപ്പോൾ ഹേബിൽ പറഞ്ഞതുപോലെ 10th ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോളേജിലെത്താൻ പറ്റില്ല. 10th വേണം, ആ 10th കഴിഞ്ഞ് +2 വേണം. അതിനൊക്കെ നമുക്ക് പ്ലാൻസ് വേണം. അതിനപ്പുറത്തേക്ക് നമ്മുടെ പ്ലാൻസ് അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹേബിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. 10th +2 എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുപോലെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഡ്രീം ചെയ്താൽ, മാക്സിമം ഡ്രീം ചെയ്താലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക. നമ്മുടെ ഡ്രീംസ് ലിമിറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു മെസ്സേജാണ് പ്രധാനമായിട്ടും നമ്മുടെ ഹേബിൽ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഏതായാലും ഡ്രീംസിലേക്കൊക്കെ എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുക. താങ്ക് യു.